ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഓക്സിലറി ഹൈപ്പർ പിഗ്മെന്റേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ഓക്സിലറി ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്? വേറെ ഒന്നല്ല, നമ്മൾ അണ്ടർ ആം ഡാർക്ക്നെസ്സിലാണ് ഓക്സിലറി ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. സോ അണ്ടർ ആം ഡാർക്ക്നെസ് മാത്രമല്ല, നമ്മളുടെ നെക്കിലും നീസിലും എൽബോസിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഡാർക്ക്നെസ് ഉണ്ടല്ലോ, അതായത് ഹൈപ്പർ പിഗ്മെന്റേഷൻ. ഈ പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്ലൈക്കോളിക് ആസിഡ്. കുറെ പേർക്കെങ്കിലും അറിയായിരിക്കും ഗ്ലൈക്കോളിക് ആസിഡ് ഇതിന് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ നിങ്ങൾ കുറെ പേര് കണ്ടിട്ടുള്ള ഗ്ലൈക്കോളിക് ആസിഡ് ഇതായിരിക്കും. ഇത് ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. അത്യാവശ്യം അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വേർഷൻ, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു പണിയൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞതിന് മുന്നേ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഈ ഒരു അണ്ടർ ആം ഡാർക്ക്നെസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ റിമൂവ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഒരു മാരകമായ അസുഖമല്ല. അത് കോമൺ ആയിട്ട് കുറെ ആളുകളിൽ കണ്ടുവരുന്ന ഒരു നോർമൽ കാര്യമാണ്. സോ ഇത് റിമൂവ് ചെയ്ത് കളയണം എന്നുള്ളത് പേഴ്സണൽ ചോയ്സ് ആണ്. അത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ സെൽഫ് ലവിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് തന്നെ അതൊന്ന് മാറ്റണം എന്നുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾ ഈ ഒരു ഇങ്ങനെ ഒരു അണ്ടർ ആം ഡാർക്ക്നെസ് ഉണ്ട് അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെന്നുള്ള ഒരു കാരണം കൊണ്ട് നിങ്ങൾ ഇൻസെക്യൂർ ആവേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ മനുഷ്യർക്കും ഉള്ള കാര്യങ്ങളാണ്. സോ നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്താൽ മതി ഇത് എല്ലാവർക്കും ഉള്ളതാണെന്നുള്ളത്. നമുക്ക് മാത്രം ഉള്ളതാണെന്നുള്ള ചിന്ത വരുമ്പോഴാണ് നമുക്ക് അത് ഭയങ്കര ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ വിതൗട്ട് ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അവർ വീഡിയോ. ഇത് ഡെർമാക്കോയുടെ 5% ഗ്ലൈക്കോളിക് ആസിഡ് അണ്ടർ ആം ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു 100 ml വരുന്ന ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 325 രൂപയാണ്. ആൻഡ് ഓഫർ പ്രൈസിൽ നമുക്ക് ഇതിലും കുറഞ്ഞ റേറ്റിലൊക്കെ പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പർപ്പിളിൽ നിന്നായിരുന്നു. എനിക്ക് വാങ്ങിച്ച ടൈമിൽ 270 സംതിങ്ങിന് എന്തോ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സോ എല്ലാ ടൈമിലും ഓഫറിൽ കിടക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ പാക്കേജിന്റെ കാര്യം നോക്കാനാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാക്കേജാണ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ അത്യാവശ്യം കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പാക്കേജും കൂടിയാണ്. സ്പ്രേ ബോട്ടിലാണ് തന്നിട്ടുള്ളത്. ആൻഡ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ക്യാപ്പിന്റെ ഡിസൈൻ ആണ് കേട്ടോ. ഞാൻ അധികം ഇങ്ങനത്തെ ഒരു ക്യാപ്പ് ഡിസൈൻ കണ്ടിട്ടില്ല. അതിനകത്ത് നല്ല രസത്തിൽ ഇങ്ങനെ ഫിറ്റ് ആയിട്ടിരിക്കുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ക്യാപ്പാണ്. സോ ക്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളൊന്നും എടുത്ത് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാതെ നമുക്ക് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇതിന്റെ ബോട്ടിലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പാക്കേജിംഗ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ഇതൊക്കെയാണ് എനിക്ക് ഇതിന്റെ പാക്കേജിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ തന്നെ ഈ അണ്ടർ ആം ഡാർക്ക്നെസ് അല്ലെങ്കിൽ നമ്മളുടെ നെക്കിലും അതുപോലെ നമ്മളുടെ നീസിലും എൽബോസിലൊക്കെ ഉണ്ടാകുന്ന ഡാർക്ക്നെസ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരണമെന്നില്ല. ചിലത് മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏതൊരു രീതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണെന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഒരു കോമൺ ആയിട്ട് ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവാനുള്ള കുറച്ച് കാരണങ്ങൾ ഞാൻ പറയാം. ഓക്കെ, ഷേവിങ്, അതായത് നമ്മൾ അണ്ടർആംസ് ഒക്കെ ഷേവ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാകുന്ന റേസർ ബേൺസ് ഒക്കെ നമ്മളുടെ അണ്ടർആംസ് നല്ല രീതിയിൽ പിഗ്മെന്റഡ് ആവാനുള്ള ഒരു കാരണമാണ്. സോ അങ്ങനെ പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു അണ്ടർആംസ് ആണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഇംപ്രൂവ്മെന്റ്, നിങ്ങളുടെ അവിടെ ഒരു ഡിസ്കളറേഷൻ കുറയുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് ആണ്. ഈ ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും നമ്മൾ ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞ ഡെലിവറിക്കൊക്കെ ശേഷം ചില ആളുകൾക്ക് നെക്കിന്റെ ഏരിയയിലൊക്കെ നല്ല രീതിയിലുള്ള ഡാർക്ക്നെസ് ഉണ്ടാവാറുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് ആണ്. ചില ആളുകൾക്ക് അതൊരു ഡെലിവറിക്ക് ശേഷം തന്നെ അത് പോവാറുണ്ട്. ചില ആളുകൾക്ക് അങ്ങനെ തന്നെ സ്റ്റേ ചെയ്യാറുണ്ട്. അങ്ങനെ തന്നെ സ്റ്റേ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ വരുത്താൻ പറ്റും കേട്ടോ.
ഇനി ഡെലിവറിയുടെ ടൈമിലുള്ള ഹോർമോണൽ ചേഞ്ചസ് മൂലം നിങ്ങൾക്ക് ഈ ഒരു ഡാർക്ക്നെസ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറിനെ കണ്ട് ഈ ഒരു ഹോർമോണൽ ചേഞ്ചിന്റെ കാരണങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക കേട്ടോ. ആൻഡ് മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ജനറ്റിക്സ് ആണ്. ഈ ജനറ്റിക്കൽ ആയിട്ട് ഉണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻസ് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനം വഴി മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് മാറാനുള്ള ചാൻസസും വളരെ കുറവാണ്. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് സ്വെറ്റിംഗ് ആണ്. നമ്മൾ നല്ല രീതിയിൽ സ്വെറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ബാക്ടീരിയാസിന്റെ പെർഫോമൻസ്, അതായത് ബാക്ടീരിയാസിന്റെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ മൂലം തന്നെ അവിടെ നല്ല രീതിയിൽ ഡാർക്കൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ സ്വെറ്റിങ്ങും ഈ ഒരു ഡാർക്ക്നെസ് ഉണ്ടാവുന്നതിന് കാരണമാണ്. ഇങ്ങനെ സ്വെറ്റിംഗ് മൂലം ഉണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ഉറപ്പായിട്ടും നല്ല രീതിയിൽ ക്യൂർ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ. അഞ്ചാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് മെഡിസിൻസ്. ചില ആളുകൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് മൂലം അവർക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ഉണ്ടാവാറുണ്ട്. സോ ഈ മെഡിസിൻസ് മൂലം ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മെഡിസിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം കുറച്ച് നാള് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ പോകുമെന്നൊന്ന് നോക്കിയതിനു ശേഷം നിങ്ങൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. കാരണം ചില ആളുകൾക്ക് അത് തന്നെ ക്യൂർ ആയി പോവാറുണ്ട്, ചില ആളുകൾക്കാണ് അത് സ്റ്റേ ചെയ്യാറുള്ളൂ. അങ്ങനെ സ്റ്റേ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അതുപോലെ ഇൻസുലിൻ യൂസ് ചെയ്യുന്ന ആളുകൾക്കും ഇതുപോലെ ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സൺ എക്സ്പോഷേഴ്സ് മൂലം നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ഉണ്ടാവാറുണ്ട്. ഇതും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന വഴി നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ടും കണ്ടുവരുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. സോ ഇതിൽ ഏതെങ്കിലുമൊക്കെയാണ് നിങ്ങളുടെ കാരണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഇത് യൂസ് ചെയ്തിട്ട് മാറ്റം ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യുക. കാരണം വെറുതെ പൈസ നമ്മൾ കളഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് നമ്മളുടെ പ്രശ്നത്തിന് സൊല്യൂഷൻ ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അപ്പൊ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യത്തിലേക്ക് വരാം. ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ കണ്ണും മുഖമൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. കാരണം എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്, നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഈ സ്പ്രേ ബോട്ടിൽ നിന്ന് കുറച്ചിങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. കുറച്ച് സേഫ് ആയിട്ട് നിന്നിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അവർ പറയുന്നത് ഡെയിലി ട്വൈസ് യൂസ് ചെയ്യാനാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഡെയിലി ട്വൈസ് യൂസ് ചെയ്യുന്നതിനോട് എന്താ പറയുക യോജിക്കുന്നില്ല. കാരണം എനിക്കിത് ഡെയിലി ട്വൈസ് യൂസ് ചെയ്ത് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഡെയിലി ട്വൈസ് യൂസ് ചെയ്യേണ്ടെന്ന് പറയുന്നത്. ഞാൻ ഇത് ഡെയിലി ട്വൈസ് യൂസ് ചെയ്ത ടൈമിൽ എനിക്ക് ചെറിയ രീതിയിലുള്ള ബേണിംഗ് സെൻസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാനിത് ഡെയിലി ട്വൈസ് യൂസ് ചെയ്യാറില്ലായിരുന്നു. ഞാൻ ഇത് വൺസേ യൂസ് ചെയ്യാറുള്ളൂ. അത് വീക്ക്ലി ത്രൈസ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. കാരണം ഇത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ട്വൈസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നീറ്റിലും എരിച്ചിലും പുകച്ചിലൊക്കെ ഉണ്ടാവും. ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചെറിയ രീതിയിലുള്ള എക്സ്ഫോലിയേഷൻ നടക്കുന്നുണ്ട്. സോ നമ്മളിത് എപ്പോഴും നമ്മളുടെ സ്കിൻ ഇങ്ങനെ എക്സ്ഫോലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിന്റെ ബാരിയേഴ്സ് ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിന് പെട്ടെന്ന് തന്നെ ബേണിംഗ് സെൻസേഷനും കാര്യങ്ങളൊക്കെ ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഒരു ഗ്യാപ്പ് ഇടവിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾ തന്നെ ഇതൊരു പാറ്റേണിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും റെഡ്നെസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് ഇവർ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ രാവിലെ കുളിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡാർക്ക്നെസ് ഉള്ള ഭാഗത്ത് നിങ്ങൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഡ്രസ് ചെയ്ത് പുറത്തേക്കൊക്കെ പോകാവുന്നതാണ് കേട്ടോ. നിങ്ങൾ അണ്ടർആംസിലെ നെക്കിലൊക്കെ ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് പോകരുത്. നിങ്ങൾ അവിടെ കവർ ചെയ്യാനുള്ള ഒന്നെങ്കിൽ നിങ്ങൾ ക്ലോത്ത് വെച്ച് കവർ ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും SPF ഇട്ടതിന് ശേഷം മാത്രം പുറത്തേക്ക് പോവുക. കാരണം ഇങ്ങനത്തെ ഭാഗം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് സൺ എക്സ്പോഷർ ഒക്കെ കൊള്ളുവാണെങ്കിൽ നിങ്ങളുടെ അവിടെ നല്ല രീതിയിൽ ഒന്നും കൊണ്ട് ഡാർക്കൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും SPF യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവർ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് മിനിമം 4 വീക്സ് എങ്കിലും യൂസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് വിസിബിൾ ആവുള്ളൂ. സോ നിങ്ങൾ ആദ്യത്തെ ഒരു 2 ആഴ്ച യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് സ്റ്റോപ്പ് ചെയ്ത് കളയരുത്. മിനിമം നിങ്ങളൊരു 4 വീക്സ് എങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ ഒരു പ്രൊഡക്റ്റ് പാരബൻ ഫ്രീ ആണ്, ആൽക്കഹോൾ ഫ്രീ ആണ്, അതുപോലെ സൾഫേറ്റ് ഫ്രീ ആണ്, ക്രുവാലിറ്റി ഫ്രീ ആണെന്നൊക്കെ ഇവർ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചില ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട്, അവർ ഈ ഒരു പുതുതായിട്ടൊരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചറ പറയുന്ന അതെടുത്ത് യൂസ് ചെയ്യും. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങളുടെ സ്കിന്നിലേക്ക് പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ പതിയെ വേണം നിങ്ങൾ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ആദ്യം തന്നെ നിങ്ങൾ ഡെയിലി ട്വൈസ് യൂസ് ചെയ്ത് നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യരുത്. നിങ്ങൾ ആദ്യമേ ഒരു പാച്ച് ടെസ്റ്റ് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും ഫേസിലേക്കുള്ള പ്രൊഡക്റ്റ് മാത്രമല്ല, ബോഡിയിലേക്കുള്ള പ്രൊഡക്റ്റോ ഹെയറിലേക്കുള്ള പ്രൊഡക്റ്റോ എങ്ങോട്ടേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അവർ തന്നെ ഈ ഒരു ബോട്ടിൽ അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളത്. പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ, നിങ്ങളത് യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. കാരണം എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ബേണിംഗ് സെൻസേഷനോ ഇച്ചിനെസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന്റെ കണ്ടീഷനൊക്കെ അനുസരിച്ച് വേണം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇപ്പം നിങ്ങൾ അൺറാംസ് ഒക്കെ ഷേവ് ചെയ്ത ഒരു ടൈം ആണെന്നുണ്ടെങ്കിൽ അതിന് 2-3 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അൺറാംസ് ഒക്കെ ഷേവ് ചെയ്തതിന്റെ പുറകെ തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുത്. നല്ല രീതിയിലുള്ള നീറ്റിലെ എരിച്ചിലൊക്കെ ഉണ്ടാവും. അതുപോലെ ഇവര് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, സ്ക്രാച്ചസ് മുറിവൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുതെന്നുള്ളത് ഇവർ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങനെ ഷേവ് ചെയ്തതിന് പുറകെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതിരിക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന വുമൻസിന് അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ശേഷമൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പ്രഗ്നൻസി ടൈമിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുത്. അഥവാ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിഷ്യന്റെ കൺസൾട്ടേഷൻ പ്രകാരം മാത്രം നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. ഞാൻ ഒരിക്കലും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, അതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എനിക്ക് അത്യാവശ്യം ഈ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് ഈ ഓക്സിലറി ഹൈപ്പർ പിഗ്മെന്റേഷൻസും അതുപോലെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ഒക്കെ പൊതുവെ കുറച്ച് കുറവാണ്. എങ്കിലും തീരെ ഇല്ല എന്നല്ല, ഉണ്ട്, എന്നാലും കുറച്ച് കുറവാണ്. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇല്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അത്യാവശ്യം പെട്ടെന്ന് തന്നെ വർക്കായിരുന്നു കേട്ടോ. എനിക്കിത് 4 വീക്സ് ഒന്നും എടുത്തില്ല. എനിക്കൊരു 3 വീക്സ് എടുത്തിട്ടില്ല. 2 വീക്സ് കഴിഞ്ഞ് 3 വീക്സ് ഒക്കെ ആവുന്ന ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പക്ഷെങ്കിലും 4 വീക്സും 1 മന്ത് കഴിഞ്ഞും ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ചെറിയ രീതിയിലുള്ള ബേണിംഗ് സെൻസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ടൈമിങ്ങിലൊക്കെ ചെറിയ രീതിയിലുള്ള മാറ്റമൊക്കെ വരുത്തി ഞാനത് എനിക്ക് പറ്റിയ രീതിയിലാക്കി എടുത്തു. അതുപോലെ നിങ്ങൾക്കും ഇതുപോലത്തെ ബേണിംഗ് സെൻസേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആദ്യമേ ഇതിന്റെ ക്വാണ്ടിറ്റി ഇത് യൂസ് ചെയ്യുന്ന ടൈമൊക്കെ ഒന്ന് കുറച്ച് നോക്കാം. എന്നിട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്കുണ്ടായ ബേണിംഗ് സെൻസേഷന്റെ എക്സ്പീരിയൻസ് ഒഴികെ ബാക്കി എല്ലാം കൊണ്ടും എനിക്കിത് തംസപ്പ് ആണ്. സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ